നമ്മുടെ ഇന്ത്യക്കാർക്ക് മലേഷ്യയിൽ ഓണറേബിൾ വിസ സ്റ്റാർട്ട് ചെയ്തല്ലോ. നമ്മുടെ ലക്ഷദ്വീപൊക്കെ വെച്ച് നോക്കുമ്പോൾ സെയിം തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ ആൾക്കാർക്ക് എങ്ങനെ ഇത് മാനേജ്മെന്റ് ചെയ്യണമെന്ന് അറിയാം. അല്ല അവള് വേറെ ഷോപ്പറൊക്കെ കേട്ട് പാക്കറ മീ ഓക്കെ മീ ക്രാബി മീ ക്രാബി മീയാ ഓക്കെ. എൻ്റെ മോനെ മലേഷ്യൻ ബോർഡറിലെത്തി നമ്മൾ. സോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഫുക്കറ്റിലാണ്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് വാങ്പ്ര ചെക്ക് പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു ചെക്ക് പോയിന്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം 454 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ പ്ലാന് രാവിലെ ബിഗ് ബുദ്ധ പോയിട്ട് അങ്ങനെ പോകാമെന്നായിരുന്നു. പക്ഷേ നമ്മൾ ബിഗ് ബുദ്ധ പോകണമെങ്കിൽ നമ്മൾ ഉള്ള റൂമിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ താഴെ പോയിട്ട് വീണ്ടും അതേപോലത്തെ നമ്മൾ മുകളിലോട്ട് തിരിച്ചു വരണം. അതായത് ഏകദേശം 80 കിലോമീറ്റർ നമ്മൾ എക്സ്ട്രാ റൈഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കി. അപ്പോൾ നമ്മൾ നേരെ ഇപ്പം മലേഷ്യ തായ്ലാൻഡ് ബോർഡറിലേക്കാണ് വന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ എന്തായാലും ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ എന്താണെന്ന് ചോദിക്കും. അകത്ത് കിടക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ എന്തായാലും ഇന്ന് മലേഷ്യക്ക് കയറും. എത്രത്തോളം വർക്കാവും എന്നറിയില്ല. എന്നിപ്പം നമ്മുടെ ഇന്നത്തെ റൈഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ അതൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ്. ഇവിടെ കൂടുതലും ഉള്ളത് റഷ്യൻസ് ആണ്. ഇപ്പോൾ ഫുക്കറ്റിൽ നമ്മൾ 2 ദിവസമായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഫുക്കറ്റിൽ ഏറ്റവും കൂടുതൽ ട്രാവലേഴ്സ് വരുന്നത് എനിക്കൊന്ന് അതായത് ഫോറിനേഴ്സ് കൂടുതലും റഷ്യക്കാരാണ്. ഇന്ത്യക്കാരെങ്ങനെയാണ് പട്ടായയിൽ പോകുന്നത് അതുപോലെയാണ് ഇവിടെ റഷ്യക്കാർ. ഫുക്കറ്റ് ഫുള്ള് ഞാൻ കണ്ടോളത്തോളം വേറെ യൂറോപ്യൻസോ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഭയങ്കര മൈനോറിറ്റിയെ കാണാൻ പറ്റുള്ളൂ. കൂടുതലും റഷ്യൻസിനെയാണ് നമുക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു പയ്യനെ പരിചയപ്പെട്ടു, നമ്മളൊരു റഷ്യക്കാരൻ. അപ്പോൾ അവനോട് ചോദിച്ചു പറഞ്ഞ് അവർക്ക് തായ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആദ്യം വരുന്നത് ഫുക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ റഷ്യക്കാർ വരുന്നത്. അപ്പോൾ നമ്മളെ ബൈക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലൊക്കേഷൻ ആഡ് ചെയ്ത് തരാം. ഇതാ നമ്മുടെ ഓണർ. ഓക്കെ. ഇവിടുത്തെ മെയിൻ ബോർഡർ കുറേ ദൂരമുണ്ട്. നമുക്ക് ഇലയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങ് പോകണം. ഹട്ടിയായി ഇലയൊക്കെ കഴിഞ്ഞ് ഒരുപാട് ദൂരം പോകണം. അതായത് ഇവിടുന്ന് ഏകദേശം ഒരു 800 കിലോമീറ്ററോളം പോകണം. എന്താ പറയുക മെയിൻ ബോർഡർ. അപ്പോൾ നമ്മളിപ്പം പോകുന്ന ബോർഡറും അത്യാവശ്യം നല്ലൊരു ബോർഡറാണ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു ബോർഡറാണ്. അപ്പോൾ നമ്മളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. പിന്നെ ഇപ്പം നമ്മുടെ ഇന്ത്യക്കാർക്ക് മലേഷ്യയിൽ എന്താ പറയുക ഓണറേബിൾ വിസ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അഥവാ കിടത്തി വിട്ട് കഴിഞ്ഞാൽ, അഥവാ ബിരിയാണി കൊടുത്താലോ എന്ന് പറഞ്ഞ പോലെ, അഥവാ നമ്മളെ കിടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് എന്താ പറയുക ഒന്ന് കയറിയിട്ട് ഒന്ന് KL പോകണമെന്നുണ്ട്. അതായത് കോലാലംപൂർ പോയിട്ട് നമ്മുടെ ട്വിൻ ടവറിൻ്റെ മുമ്പ് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു വരണം എന്നാണ് നമ്മുടെ പ്ലാന്. അറിയില്ല. പിന്നെ ചിലവർ പറഞ്ഞു ഓൾറെഡി എന്താ പറയുക നമ്മുടെ ബൈക്ക് സ്വന്തമായിരിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ എൻ്റെയും അണ്ണൻ്റെയും രാഹുലിൻ്റെയും നമ്മുടെ 3 പേരുടെ ബൈക്ക് EMI ബൈക്കായതുകൊണ്ട്, ഫൈനാൻസ് ചെയ്ത ബൈക്കായതുകൊണ്ട് ചിലപ്പോൾ അതൊരു പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞു. എല്ലാം നമ്മുടെ സ്വന്തം ബൈക്കാണെങ്കിൽ വലിയ സീനില്ല എന്നാണ് കേട്ടെ. അതുകൊണ്ട് നമ്മൾ എന്തായാലും പോയി നോക്കും. അവിടം വരെ പോയി നോക്കിയിട്ട് ഒന്നും നടന്നില്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. അപ്പോൾ അതാണ് പ്ലാന്. അപ്പം അങ്ങനത്തെ ആ ഒരു പ്ലാനിലാണ് ഇപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞ ഇൻട്രോയിൽ പറഞ്ഞില്ല, ഇവിടെ ഫുള്ള് ഫോറിനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ രാജ്യക്കാരൊക്കെ ഞാൻ ഭയങ്കര മൈനോറിറ്റിയാണ് കണ്ടിട്ടുള്ളൂ. അതായത് യൂറോപ്യൻസ്, അമേരിക്കൻസ്, നമ്മുടെ ഇന്ത്യൻസ് എല്ലാം ഭയങ്കര മൈനോറിറ്റിയുള്ള ആൾക്കാർ. കൂടുതലും റഷ്യൻസ് ഇവിടെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളുടെ ഇന്നലെ ബോട്ട് ട്രിപ്പ് കൊണ്ടുപോയപ്പോൾ ഒരു ട്രാൻസ്ലേറ്റർ പയ്യനുണ്ടായിരുന്നു ബോട്ടിൽ, റഷ്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള ട്രാൻസ്ലേറ്റർ. അപ്പോൾ അവൻ അത്യാവശ്യം നല്ലോണം ഇംഗ്ലീഷ് പറയുന്നുണ്ട്. അവൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റഷ്യൻസിന് തായ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അവരുടെ ഒരു എന്താ പറയുക അവരുടെ മനസ്സിൽ വരുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുക്കറ്റാണ്. അതായത് നമ്മൾ ഇന്ത്യൻസിനോട് തായ്ലാൻഡ് എവിടെ പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടായ എന്ന് പറയുന്ന പോലെ അവർക്ക് ഫുക്കറ്റാണ് അവരുടെ മെയിൻ സ്പോട്ട്. നമ്മളിപ്പോൾ നേരെ ഒരു പമ്പിലോട്ടാണ് പോകുന്നത് കേട്ടോ. പമ്പിൽ നിന്ന് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കണം, നേരെ വിടണം. ആദ്യമായിട്ട് തായ്ലൻഡിൽ ഇങ്ങനൊരു സംഭവം കാണുന്നത്. എന്താ പറയുക, നമ്മൾ പെട്രോൾ അടിക്കണമെങ്കിൽ ബൈക്കിൽ നിന്ന് പുറത്തിറങ്ങണം. കൗഹാത്തേം കൗ ചേക്കാം.
பயங்கர டீசெண்டாக ஆகிட்ட ஒரு பெட்ரோல் அடிക്കുന്നത്. நான் ஃபஸ்ட் டைம் பார்க்குறேன் இந்த மாதிரி வண்டியில் இறங்கணும்னு சொல்கிறேன். ഷെല്ലിൽ മറ്റേ நம்ம ഇന്ത്യയിലുള്ള ഷെല്ലിൽ ചെയ്യുന്ന കാണാം. നമ്മുടെ ഇங்கே തായ്ലാൻഡിലെ ഷെല്ലിലൊന്നും ഞാൻ ഇതുവരെ பார்த்ததே இல்லை இந்த மாதிரி. എന്താ പറയുക, കാറ്റൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ 3-4 ദിവസമായിട്ട് റൈഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ടയർ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോവാം. എടുക്കുന്നുണ്ടോ? വേണ്ടല്ലേ. സോ ഇപ്പം നമ്മളങ്ങനെ ചെക്ക് പോസ്റ്റ് എത്തി. ഇതാണ് ഫുക്കറ്റിൻ്റെ ചെക്ക് പോസ്റ്റ്. ഇപ്പോൾ ഇവിടെ പോലീസ് ചെക്കിങ് ഉണ്ടാവും. നമ്മൾ പോലീസ് ചെക്കിങ് അല്ല, പോലീസ് മോണിറ്ററിങ്. ഇവിടെ ക്യാമറാസ് നമ്മുടെ നമ്പർ പ്ലേറ്റ് ജസ്റ്റ് നോക്കും വണ്ടിയുടെ. അങ്ങനെ നമ്മൾ ഫുക്കറ്റിൻ്റെ പാലം അങ്ങനെ എക്സിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വ്യൂ നോക്കിയിട്ട്. നല്ല ബ്ലൂ കളർ കടലല്ലേ. നമ്മുടെ ലക്ഷദ്വീപൊക്കെ വെച്ച് നോക്കുമ്പം സെയിം തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ ആൾക്കാർക്ക് എങ്ങനെ ഇത് മാനേജ്മെന്റ് ചെയ്യണം എന്നറിയാം. നമ്മുടെ ഇന്ത്യയിൽ പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ കുറ്റം പറയുന്നില്ല. നമ്മുടെ സർക്കാർ എന്താ പറയുക, അതിനും അങ്ങനെ അങ്ങ് പ്രൊമോട്ടും ചെയ്യുന്നില്ല. കുറേ റെസ്ട്രിക്ഷൻസ് അങ്ങനെയൊക്കെ ആവുന്നതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ നമ്മുടെ ഇന്ത്യയിലോട്ട് വരാൻ മടിക്കുന്നത്. ഇവിടൊക്കെ എന്ത് അടിപൊളിയായിട്ട് ടൂറിസം അവർ പ്രൊമോട്ട് ചെയ്യുന്നതെന്നറിയോ. ഇപ്പം നമ്മൾ രാവിലത്തെ ഫുഡൊന്നും കഴിച്ചില്ല. നമ്മൾ 3 പേരും ഇന്നലെ രാത്രി ആ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ച ഫുഡേ ഉള്ളൂ. ഭയങ്കര കസ്റ്റിയായിരുന്നു കേട്ടോ. ഞാൻ എല്ലാ ട്രിപ്പും പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കഴിക്കണ്ട. പക്ഷെ എന്നാലും നമ്മൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റൊക്കെ കാണുമ്പോൾ അങ്ങ് മനസ്സ് ചാഞ്ചാടിപ്പോവും. ക്രാബിയിലോട്ട് പോകുന്ന വഴിയാണ്. പോകുന്ന വഴിക്ക് നോക്കുമ്പോണ്ട് വണ്ടിക്ക് ചെറിയൊരു പിടുത്തം. അപ്പം നോക്കുമ്പോണ്ട് ഓൾറെഡി എന്നോട് ബിഗ് ബിങ്ങിൽ നിന്ന് എൻജിൻ ഓയിൽ മാറ്റാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനത് പിന്നെ മാറ്റാൻ വെച്ചിട്ടാണ് വെച്ചത്. അപ്പോൾ ഇപ്പം വണ്ടി ചെറുങ്ങനെ ഓവർ ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പം എൻജിൻ ഓയിൽ മാറ്റേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഷോപ്പിൽ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്കാരി ഇത് യൂസ്ഡ് ബൈക്ക് വെക്കുന്ന ഷോപ്പാണ്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഇവിടെ ചെയ്യില്ല, പുള്ളിക്കാരി വേറൊരു ഷോപ്പ് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വിളിച്ചു നോക്കുന്നു. അല്ല, അവള് വേറെ ഷോപ്പിലൊക്കെ ഒന്ന് കേട്ട് പാക്കറ മീ ഓക്കെ കാപ്പ് മീ ക്രാബി മീ ക്രാബി മീ ഓക്കെ കബൻ കാപ്പ്. ഇപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു വെച്ചാൽ ക്രാബിയിലേ ഉള്ളൂ നല്ല ഷോപ്പ്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറയും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വല്ലാതെ വിടാം, ക്രാബിയിലോട്ട് തന്നെ വിടാം. ഇവിടെ ഇനി ഒരു 40 കിലോമീറ്ററാണ് കാണിക്കുന്നത് ക്രാബിയിലോട്ട്. അതായത് ഫുക്കറ്റിൻ്റെയും ക്രാബിൻ്റെ ഇടയിലുള്ളൊരു വില്ലേജാണ്. അപ്പോൾ പുള്ളി പറയുന്ന വില്ലേജ് ഏരിയയിലൊക്കെ നിങ്ങൾക്ക് ഷോപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈവൻ ഷോപ്പ് ഉണ്ടായാൽ തന്നെ ഇതുപോലുള്ള എൻ്റെ പോലത്തെ ബൈക്കിൻ്റെ എല്ലാം ഓയിലും ആക്സസറീസൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ അപ്പോൾ നമ്മൾ നേരെ വന്നേക്കുന്നത് ക്രാബി ടൗണിലാണ്. നമ്മളിവിടെ ഹോണ്ടയുടെ ബിഗ് വിങ് സെർച്ച് ചെയ്തപ്പോൾ ഹോണ്ടയുടെ ബിഗ് വിങ് ഇവിടെ നിന്ന് ഇനി ഏകദേശം ഒരു 70 കിലോമീറ്റർ കൂടി പോകാനുണ്ട്. അപ്പോൾ അത് അത്രയും ദൂരം പോകേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എന്താക്കി ഗൂഗിൾ മാപ്പിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ഏതെങ്കിലും നിയർ ബൈ ആയിട്ടുള്ള സൂപ്പർ ബൈക്ക് മെക്കാനിക്കോ അല്ലെങ്കിൽ സൂപ്പർ ബൈക്ക് സർവീസ് ചെയ്യുന്ന ഏത് ഷോപ്പ് ഉണ്ടോന്ന്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ നമുക്കൊരു ഷോപ്പ് കണ്ടു, ബിഗ് ബോയ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് കണ്ടു. അപ്പോൾ അവിടേക്കാണ് ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ ശരിക്കും പുള്ളിക്കാരൻ ഇന്ന് അവധിയായിരുന്നു, സൺഡേ ആയിട്ട് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഈ കടേൻ്റെ ബാക്കിൽ തന്നെയാണ് പുള്ളിയുടെ വീട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ പുറത്ത് കണ്ട നമ്പറിൽ വിളിച്ചപ്പോൾ പുള്ളി അപ്പാട് വന്നു. പറഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു എഞ്ചിൻ ഓയിലിന്റെ ആ ഒരു ലെവൽ കുറഞ്ഞിട്ടുണ്ട്, അപ്പം ഓയിൽ മാറ്റണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പുള്ളി സർവീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 3 ആളുടെ വണ്ടി ചെറുങ്ങനെ സർവീസൊക്കെ ചെയ്തു. എൻ്റെയിലും അണ്ണൻ്റെയിലും ഓയിലൊക്കെ മാറ്റിയായിരുന്നു. അണ്ണൻ്റെയും മാറ്റാറായിരുന്നു. പിന്നെ എൻ്റെ ഓൾറെഡി മാറ്റാൻ സമയം കഴിഞ്ഞായിരുന്നു. എന്നോട് അവർ അയുത്തയിലെ ബിഗ് വിങ് ഓൾറെഡി പറഞ്ഞു മാറ്റണമെന്ന്. ഞാൻ മാറ്റിയില്ലായിരുന്നു. ഇനിയിപ്പം ഈ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ മാറ്റിയത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി പതുക്കെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ബോർഡറിലോട്ടാണ്. അവിടുന്ന് ഞങ്ങളുടെ എന്താ പറയുക തായ്ലൻഡിൻ്റെ താജ്മഹൽ എന്ന് പറയുന്ന സ്ഥലത്തോട്ട്. മിക്കവാറും നമ്മളിന്ന്
ഹട്ടിയായി ആ ഏരിയയിൽ എവിടെയെങ്കിലും സ്റ്റേ അടിക്കും, കാരണം അത്രയും ദൂരം നമ്മൾ എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. കബുന കാപ്പ് കാപ്പ് കാപ്പ്. ഇവിടെ ബോർഡറിലേക്ക് പോകുന്ന വഴിക്ക് എന്താ പറയുക, ടെലാങ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് ഇപ്പോൾ നിർത്തിയിട്ടുണ്ട് PTT പമ്പിൽ. ഞാൻ അധികം വീഡിയോസിൽ പറയാറുണ്ട്, നമ്മൾ തായ്ലാൻഡിലെ ഏത് പെട്രോൾ പമ്പിൽ പോയിക്കാലും നമുക്ക് ഭയങ്കര വൃത്തിയുള്ള, അതായത് പ്രത്യേകിച്ച് എടുത്ത് പറയണം, വൃത്തിയുള്ള ടോയ്ലറ്റ് നമുക്ക് കിട്ടും, നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അത്ര അടിപൊളി ഇവിടുത്തെ ഏത് സ്ഥലത്ത്, തായ്ലാൻഡിൽ ഏത് മുക്കിലും മൂലയിൽ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമുക്ക് PTT പമ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റും. നമ്മളിപ്പം എല്ലാം ടോയ്ലറ്റിലൊക്കെ പോയി ഇപ്പോൾ ഇവിടുന്ന് എല്ലാം ഇറങ്ങുന്നതാണ്. ഇവിടെ ഈ ഏരിയയിൽ ഫുള്ള് നമുക്ക് മലേഷ്യൻ വണ്ടികളും, ഇതെല്ലാം മലേഷ്യൻ വണ്ടി കേട്ടോ, എത്രയോ മലേഷ്യൻ വണ്ടി. ഇവിടെ നിന്ന് നമുക്കിനി ബോർഡറിലിട്ട് വെറും 190 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ശരിക്കും ഈ ട്രിപ്പിൽ നമുക്ക് സാധാരണ കഴിഞ്ഞ ട്രിപ്പിലാണെങ്കിൽ ഈ ട്രിപ്പിലാണെങ്കിൽ നമുക്ക് താമസത്തിനും ഫുഡിനും വലിയ ചിലവൊന്നായിട്ടില്ല. ഒരു 2000-2500 ഭാഗത്ത് നമുക്ക് കഴിഞ്ഞ ട്രിപ്പിനായിട്ടില്ല. നമ്മുടെ മെയിൻ കാശ് പോകുന്നതാ പെട്രോൾ അടിക്കുന്നതിലാണ്. ഇപ്പോൾ എത്രയാ 300 പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു ഫുഡ് കഴിക്കാൻ നിർത്തിയത് PTN 200 സിംഗപ്പൂരിൽ നിന്ന് വന്നതെന്ന് തോന്നുന്നു. അതെ സിംഗപ്പൂർ വണ്ടികളാട്ടോ. സിംഗപ്പൂരല്ലത്, സിംഗപ്പൂർ വണ്ടി. ഇവിടുന്ന് ശരിക്കും നമ്മൾ അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അപ്പോൾ കുറേ നേരം നമ്മൾ ആ സൈഡ് തപ്പിയിട്ട് നടക്കുന്നത്. അപ്പോൾ മര്യാദക്കുള്ള കടയൊന്നും കണ്ടില്ല. അപ്പോൾ ഇവിടെ ഒരു കട കണ്ടിട്ട് നമ്മൾ നിർത്തിയത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഫുഡൊക്കെ ഉണ്ടെന്ന് തോന്നും. അപ്പം എല്ലാം ഹലാൽ ഫുഡ്, അതായത് നമ്മുടെ ഒരു മുസ്ലിം നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു മട്ടൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിരുന്നത്, അതായത് നമ്മളൊരു പട്ടണ ആ ഒരു ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ, സൊങ്കള ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇന്ത്യൻ ടച്ചുള്ള ഫുഡ് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിർത്തിയത്. എന്തായാലും നോക്കാം. മലേഷ്യൻ്റെ നമ്പർ പ്ലേറ്റ് അങ്ങനെയാണ് വരുന്നത്. ഇത് സിംഗപ്പൂരിൻ്റെ സെയിം തന്നെയാന്ന് തോന്നുന്നല്ലേ. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് സത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. അപ്പോൾ ഇനി അവിടത്തേക്ക് ഇനി ഒരു 86 കിലോമീറ്ററും കൂടിയുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു ഇവിടെ ഒരു ഷോപ്പിൽ. ഓടിക്കുന്ന നോക്കിയിട്ട് ഓ പിന്നെ എവിടെ നോക്കിയാലും റബ്ബർ കൃഷി കേട്ടോ, റോഡിൻ്റെ 2 സൈഡും. ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, ഈ റബ്ബറിൻ്റെ കൃഷി നമ്മുടെ കേരളത്തിലോട്ട് വന്നത് മലേഷ്യ നിന്ന് സിംഗപ്പൂരിൽ നിന്നാണ് വന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പം നമ്മളിപ്പോൾ ഏകദേശം മലേഷ്യനോട് അടുത്തോണ്ടൊക്കെ ഇനിയിപ്പം വെറും 85 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ മലേഷ്യയിലെത്തി. അപ്പോൾ മലേഷ്യ അടുക്കുന്തോറും റോഡിൻ്റെ 2 സൈഡും അതൊക്കെ റബ്ബറാട്ടോ, റബ്ബർ പ്ലാന്റേഷനാണ് ഇത് മൊത്തം. അപ്പോൾ ഒരു റോഡിന് 2 സൈഡും നമ്മൾ ഫുക്കറ്റ് കഴിഞ്ഞ് ക്രാബി എത്തിയപ്പോൾ തൊട്ട് കാണുന്നുണ്ട് ഈ റബ്ബറിൻ്റെ കൃഷി. ഫുക്കറ്റ് തൊട്ട് കാണുന്നുണ്ട്. പക്ഷെ ഫുക്കറ്റിൻ്റെ ഏരിയയിലൊക്കെ നമ്മൾ കുറച്ചേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ റോഡിൻ്റെ 2 സൈഡും ഫുള്ള് റബ്ബറിൻ്റെ കൃഷി കണ്ടോ. ഇവിടെയൊക്കെ കണ്ടോ ഫുള്ള് റബ്ബറാണ്. കണ്ടോ അതൊക്കെ റബ്ബർ കണ്ടോ, റബ്ബർ കൃഷി. വിജനമായ റോഡിന് ആരുമില്ല. ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബോർഡറിൽ പോകുന്നു, കുറച്ച് ഫോട്ടോസ് എടുക്കുന്നു, കുറച്ച് വീഡിയോസ് എടുക്കുന്നു, അവിടെ നമ്മുടെ ബോർഡർ ക്രോസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. അപ്പോൾ ചെറിയ പൈസ ചിലവിൽ നമുക്ക് ബോർഡർ കടക്കാൻ പറ്റുമെന്നാണെങ്കിൽ നമ്മൾ മലേഷ്യയിൽ കയറും എന്ന് വിചാരിക്കുന്നു. ഇല്ല വലിയ കാശ് കൊടുക്കണം, കുറേ നൂലാമാലകളൊക്കെ ഉണ്ടെന്നാണെങ്കിൽ ഞങ്ങളെന്തായാലും
ആ ഒരു ഉദ്യമം വിട്ടിട്ട് അവിടെ നിന്ന് നമ്മൾ ഇന്ന് അവിടെ എവിടെയെങ്കിലും ഒരു റൂം എടുത്ത് അവിടെ കിടക്കും. എന്തായാലും നമുക്കിനി ഒരു 77 കിലോമീറ്റർ കൂടി ഉണ്ട്. നേരെ ഇനി അവിടെ ചെന്നിട്ട് വേണം. ക്യാമറയിലൊക്കെ ചാർജ് തീരാതെ അതുകൊണ്ട് ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ട്. എന്തായാലും നമുക്ക് അവിടെ ബാക്കി വീഡിയോസ് അവിടെ ചെന്നിട്ട് എടുക്കാം. ഒരുപാട് നേരത്തെ റൈഡിന് ശേഷം നമ്മളിതാ തായ്ലാൻഡ് മലേഷ്യ ബോർഡറിലെത്തിയിട്ടുള്ള. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 1-2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ബോർഡറിലോട്ട്. ഇവിടെ ഫുള്ള് മഴയാട്ടോ. കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാൻ ആരും ഇല്ലാന്ന് തോന്നുന്നു. നമ്മളെ ഈ ബുൾജെറ്റ് വന്ന ആ സെയിം ബോർഡർ തന്നെയാണ് അത്. അങ്ങനെ നമ്മൾ ഇതാ എൻ്റെ മോനെ മലേഷ്യൻ ബോർഡറിലെത്തി നമ്മൾ. ഇതാണ് തായ്ലാൻഡ് മലേഷ്യ ബോർഡർ. Passport first. Okay. Oh. ഞാൻ നേരെ ഇവിടെയുള്ള ഓഫീസറുടെ അടുത്ത് പോയിട്ട് കാര്യം സംസാരിച്ചു. അപ്പോൾ പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതായത് നമുക്ക് ആകെ ആവശ്യമുള്ളത് 6 മാസത്തെ മലേഷ്യൻ ഇൻഷുറൻസ് ബൈക്കിൻ്റെ. അത് നമ്മൾ ഇവിടുന്ന് ഓൺലൈനായിട്ടോ അതല്ലെങ്കിൽ ഇവിടെ ഒരുപാട് ഏജൻസീസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സമയം ഓൾറെഡി 5 മണി കഴിഞ്ഞു. ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഓഫീസുകളും പിന്നെ എല്ലാം ക്ലോസ് ചെയ്യേണ്ട ടൈമായി. അപ്പോൾ നാളെ വരാൻ പറഞ്ഞു ഞങ്ങളോട്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ബോർഡർ ക്രോസ് ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനാന്ന് പറഞ്ഞു. 6 മാസത്തേക്കുള്ള മോട്ടോർ സൈക്കിൾ ഇൻഷുറൻസ് ആണ് നമ്മൾ മെയിനായിട്ട് എടുക്കേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ NOC സർട്ടിഫിക്കറ്റ്, അതായത് നമ്മുടെ EMI ബൈക്ക് ആയതുകൊണ്ട് ഏതാണ് നമ്മുടെ ബാങ്ക്, ആ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു NOC സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നമ്മുടെ പാസ്പോർട്ട്, വർക്ക് പെർമിറ്റ്. 1200 1500 റിങ്കറ്റ് ആണോ പറഞ്ഞതെന്ന് അറിയില്ല, എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല പുള്ളി എത്ര പറഞ്ഞതെന്ന്. അപ്പോൾ അത്രയും റിങ്കറ്റ് നമ്മൾ കയ്യിൽ കരുതണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് പ്രോസസ്സ്. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത പ്രാവശ്യം ഈ കൊല്ലം എന്തായാലും നമുക്ക് പറ്റുമല്ലോ, നമ്മളെ അടുത്ത് അത്രയും കാശൊന്നുമില്ല. 1200 റിങ്കറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം നാട്ടിലെ ഒരു 25,000 റുപ്പീസിൻ്റെ ഒക്കെ അടുത്തായി. അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പതുക്കെ തിരിച്ച് നമ്മൾ നേരെ ഹട്ടിയയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹട്ടിയ അത്യാവശ്യം നല്ലൊരു സിറ്റിയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു റൂം എടുത്തിട്ട് ഇന്നത്തെ സ്റ്റേ അവിടെ ആക്കണം. നാളത്തെ റൈഡിൽ നമ്മൾ ഹട്ടിയായും സൊങ്കളയൊക്കെ നമ്മൾ കവർ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ഹാപ്പി, ബൈ.